ആഗ്രഹിക്കുകയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഞാൻ ഇതേപോലെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ വീട്ടുകാരോട് പറഞ്ഞു, ഈ കിണ്ടി ചെമ്പ് ഇതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ വീട്ടിന്റെ ഉള്ളിക്ക് വെക്കണം ഉമ്മ, പുറത്ത് വെക്കരുത് എന്ന് ചോദിച്ചു. അപ്പൊ ഉമ്മ ചോദിച്ചു, എന്തിനാ മനെ ഈ കാല് കഴുകുന്ന കിണ്ടിയൊക്കെ ഉള്ളിൽ കൊണ്ടുപോയി വെക്കണമെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ എന്റെ അമ്മനോട് പറഞ്ഞു, ഒന്നുമില്ലമ്മ, CPM വോട്ട് തെരഞ്ഞു വരുന്നുണ്ട്, ഇവർക്ക് ഈ മഞ്ഞ കളർ കണ്ടു കഴിഞ്ഞാൽ അത് കട്ടുണ്ടോണ ഒരു സ്വഭാവം ഉണ്ട്, അതുകൊണ്ട് നിങ്ങൾ ഇതൊന്നും പുറത്ത് വെക്കരുത് എന്നാണ് പറഞ്ഞത്. നിങ്ങളൊന്ന് ആലോചിച്ചൊക്കെ, പള്ളിക്ക് കയറിയിട്ട് കള്ള 2 റക്അത്ത് നിസ്കരിച്ചിട്ട് 10 റുപ്യ നീർച്ചപ്പെട്ടിക്കിട്ടാണ് ഇന്നത്തെ കളക്ഷൻ നന്നാവണേന്ന് കള്ളം പറയാം. അമ്പലത്തിൽ പോയിട്ട് കള്ളം പറയും, ദൈവമേ ഭഗവാനെ ഇന്റെ കുറച്ച് കളക്ഷൻ കൂടണേ എന്ന് പറഞ്ഞ അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചിട്ടാണ് ഇവരെന്ത് ചെയ്യാ, കക്കാൻ പോവാ. നിങ്ങളൊന്ന് ആലോചിക്കുക, ഈ അമ്പലം തന്നെ കക്കണമെങ്കിൽ എന്തുമാതിരി വലിയ കള്ളന്മാരായിരിക്കും CPMകാർ. ആ കള്ളന്മാരെ വീണ്ടും പഞ്ചായത്തിലേക്ക് കൊണ്ടുവരില്ല എന്ന് കേരളത്തിലെ ജനത തീരുമാനിച്ച ഒരു തെരഞ്ഞെടുപ്പിലാണ് നമ്മൾ ഈ ഇലക്ഷനെ നേരിടാൻ പോകുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, 18 പടി കയറി ചെന്ന് സന്നിധാനത്ത് ഹൃദയം ചേർത്ത് വെച്ച് 41 ദിവസത്തെ വ്രതമെടുത്ത് സ്വാമിയെ ശരണമയ്യപ്പ എന്ന നവാക്ഷര ഗീതങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ച് മനസ്സിലെ സകലമാന വേദനകളും വാവരുടെ സുഹൃത്തായ അയ്യന്റെ മുന്നിൽ കണ്ണു നിറച്ച് പറയുന്ന ഒരു ഹിന്ദുമത വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം തങ്ങൾക്ക് മുന്നിൽ വളരെ സ്നേഹത്തോടുകൂടി വളരെ ഭക്തിയോടുകൂടി നിൽക്കുന്ന അയ്യപ്പന്റെ മുന്നിൽ തലതാണെന്ന് പ്രാർത്ഥിക്കുമ്പോ ആ അയ്യപ്പന്റെ കട്ടിള വരെ കട്ടവരായി CPMകാർ മാറുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. ആ തെരഞ്ഞെടുപ്പിൽ പൊതുജനം കേരളത്തിനകത്ത്